ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ ആരാധിക്കുന്ന ദൈവങ്ങളുടെ സ്ഥാനത്ത് അമ്മാവൻ. നിങ്ങളുടെ മനസ്സിലും അത് അങ്ങനെ തന്നെ ആയിരിക്കണം. വഴികാട്ടി തന്നത് അമ്മാവനായിരിക്കും. പക്ഷെ ഞങ്ങളെ കൈപിടിച്ച് നടത്തിയതും ഒരമ്മയുടെ സ്നേഹവും കരുതലും തന്നതും ഞങ്ങളുടെ വല്യേട്ടനാ. അതുകൊണ്ട് ഞങ്ങൾക്ക് വല്യേട്ടൻ തന്നെയാ ദൈവം. ഇനി അവനെ വിചാരണ ചെയ്തോണ്ടിരിക്കാൻ പറ്റൂല. ഇവിടെ നിന്ന് അടിച്ചോടിച്ചേ പറ്റൂ. ഈ രാത്രി തന്നെ ഇവരെ ഇവിടെ നാട് കടത്തണം. മുതലാളി ഒന്ന് മൂളിയാ മതി. ഇവരെ അടിച്ചോടിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ഒന്നിനെ ഇവിടെ നിർത്താൻ പാടില്ല. എല്ലാത്തിനും അടിച്ചോടിക്കണം. ഇവർക്ക് ഈ നാട് ഈ നാടിന് ആവശ്യം നിർത്ത്. ശരി, നിങ്ങളുടെ തീരുമാനം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. അയ്യോ, ഇനി ഇവരെ ഈ നാടിന് വേണ്ട. അതെ, വേണ്ട. ഇവനെ ഇവിടെ വേണ്ട. വേളം വെക്കില്ലേ? ഞാൻ ഒന്ന് പറയുന്നത് കേട്ടെ. ഞാൻ ഒന്ന് പറഞ്ഞ കേൾക്ക. ഇനി ഇതുപോലെ എന്ത് ചെയ്യും? ഇവരിവിടെ വേണ്ട. അതെ, അന്നേ പറഞ്ഞല്ലേ ഇവരോട്. ഞാനൊന്ന് പറയുന്നത് കേൾക്ക. എന്നിട്ട് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ. നിർത്ത്. പത്മനാഭൻ എന്താണ് പറയാനുള്ളത് കേൾക്കട്ടെ. എന്ന് പറഞ്ഞാലും ശരി, ഇവരെ ഇവിടെ നിന്ന് അടിച്ചോടിക്കണം. നിങ്ങളെ അടിച്ചോടിക്കുന്നു പറഞ്ഞല്ലോ. എന്ത് തെറ്റിന്റെ പുറത്താ ഇവരെ അടിച്ചോടിക്കുന്നു പറയുന്നേ? തിരുവാഭരണം മോഷ്ടിച്ചത് ഇവരാണോ? അല്ലല്ലോ. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പ്രതിയാക്കുക. ശങ്കരന്റെ ഭാര്യയും ശാന്തിക്കാരനും തിരുവാഭരണം കൊണ്ട് ഒളിച്ചോടിയതിന് ശങ്കരനും കുഞ്ഞുങ്ങളെ എന്ത് പിഴച്ചു? അവര് മോഷണം മാത്രമല്ല നടത്തിയത്, ഇവരെ ചതിക്കൂടെ ചെയ്തത്. അതെന്താ നിങ്ങൾ ആരും ചിന്തിക്കാത്തത്? ശരിക്കും നിങ്ങളൊന്ന് ആലോചിക്കുക. ഇതിപ്പോ എന്ത് നീതിയെ നിങ്ങളിവിടെ നടപ്പിലാക്കാൻ പോണത്? നിരപരാധികളെ ശിക്ഷിക്കുന്നതാണോ നിങ്ങളുടെ ഭാഗത്തുള്ള നീതി? അതെ, ഈ നാട്ടുകാർ പറഞ്ഞാൽ എന്തെങ്കിലും ന്യായം ഉണ്ടെന്ന് ജയദേവ മുതലാളിക്ക് തോന്നുന്നുണ്ടോ? അല്ല, അത് ഇവരെ നാട് കടത്താൻ ആർക്കാണ് അധികാരമുള്ളത്? നമുക്ക് ആർക്കും അധികാരം ഇല്ല. അതൊക്കെ തീരുമാനിക്കുന്നത് ഇവിടെ ഈ കോടതിയാ. ശങ്കരനും മക്കളും കോടതി പോയാലേ ജയദേവ മുതലാളി ഉൾപ്പെടെ ഇവിടെയുള്ള എല്ലാരും ജയിലഴിയെണ്ണു. ഇവരെ ഈ നാട്ടിൽ തോടിച്ചാലേ ഇവരെ കൊണ്ട് ഞാൻ കോടതി പോവും. ജയദേവ മുതലാളി ആയിരിക്കും ഒന്നാം പ്രതി. എന്താ അത് വേണോ? അയ്യോ, അതൊന്നും വേണ്ട. പത്മനാഭൻ അബദ്ധമൊന്ന് കാണിച്ചേക്കല്ലേ. ഇവർക്ക് ഇവിടെ ജീവിക്കാനുള്ള എല്ലാ അവകാശവും. ഇവരിവിടെ തന്നെ ജീവിക്കും. മുതലാളി, ഇവരോട് മര്യാദയ്ക്ക് പിരിഞ്ഞു പോകാൻ പറയും. പത്മനാഭൻ പറഞ്ഞതാണ് ശരി. നമ്മൾ ഇവരെ ശിക്ഷിക്കാൻ പാടില്ല. അത് തെറ്റാണ്. നിയമപരമായിട്ട് അത് വലിയ കുറ്റവുമാണ്. എല്ലാരും പിരിഞ്ഞോണം. ഇവരെ ഇവിടെ നിർത്താൻ പറ്റില്ല. ഞങ്ങളുടെ സമ്മതമല്ല. ഇവനിവിടെ നിന്ന് നാട് കടത്തിയേ പറ്റൂ. ഒന്നുമില്ല മക്കളെ, ഒന്നുമില്ല. ഒന്നുമില്ല ശങ്കര. ഇതിനെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നന്ദിയോ എന്നോടോ? ശങ്കര വിഷമിക്കണ്ട മക്കളെ. നിങ്ങൾക്ക് അമ്മാവനുണ്ട് കേട്ടാ. അന്നമ്മ നമ്മുടെ രക്ഷകനായിട്ട് വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം എന്താവുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പറക്കം വിട്ടാത്ത എന്റെ അനിയത്തിമാരെയും കൊണ്ട് ഈ ഏട്ടൻ എങ്ങോട്ട് പോകണമായിരുന്നു? ഇനി എന്ത് ഏതെന്ന് വഴിമുട്ടി നിൽക്കുമ്പോ ജീവിക്കാൻ ഒരു വഴി കാട്ടിത്തന്നതും ഒരു ജീവിതമാർഗം കാണിച്ചു തന്നതും അമ്മാവനാ. അതുകൊണ്ട് ഞാൻ ആരാധിക്കുന്ന ദൈവങ്ങളുടെ സ്ഥാനത്ത് അമ്മാവൻ. നിങ്ങളുടെ മനസ്സിലും അത് അങ്ങനെ തന്നെ ആയിരിക്കണം. വഴികാട്ടി തന്നത് അമ്മാവനായിരിക്കും. പക്ഷെ ഞങ്ങളെ കൈപിടിച്ച് നടത്തിയതും ഒരമ്മയുടെ സ്നേഹവും കരുതലും തന്നതും ഞങ്ങളുടെ വല്യേട്ടനാ. അതുകൊണ്ട് ഞങ്ങൾക്ക് വല്യേട്ടൻ തന്നെയാ ദൈവം. ചായ. ഞാനൊരു കാര്യം പറഞ്ഞ എന്നെ വഴക്കു പറയൂ? പറയണോ?
എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. മുഖവരെയൊന്നും വേണ്ട. ഞങ്ങള് പൂവള്ളി വരെ ഒന്ന് പോയിട്ട് വരട്ടെ. ഈ ഞങ്ങളെന്ന് പറഞ്ഞ ഞാനും മോളും. അവിടെ വലിയ വിശേഷമുണ്ടോ? രത്നയെ പെണ്ണ് കാണാനായി ചെക്കൻ വരുമല്ലേ, അപ്പോ അവരുടെ അപ്പച്ചി എന്ന നിലയിൽ ഞാനൊന്ന് പോകണ്ടേ? നീ പോയിക്കോ. പാറു വരണോ? മോള് നാട്ടിൽ വന്നിട്ട് അങ്ങോട്ടൊന്നും പോയില്ലല്ലോ. അല്ല, പോകണ്ടെന്ന് പറഞ്ഞാ പോവില്ല. പോയിക്കോ. ആ പിന്നെ നീ പോകുമ്പോഴേ ഗിരിയോടും പിള്ളാരോടും ആ രക്തദാനത്തിന്റെ കാര്യം ഒന്ന് പറഞ്ഞേക്ക്. അവരോട് വരാൻ പറ. പറയാം. ആ ചേച്ചി ചേച്ചി ഇതും കഴിച്ചു തീർക്കുവാണോ? ഞാൻ എത്ര എണ്ണം ചുട്ടതാ. ഹോട്ട് ദോശ വെരി ടേസ്റ്റി. ഈ ചുടുന്ന മൊത്തം എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നാ ഞാൻ ഏട്ടനും രത്നജിക്കും കുഞ്ഞിക്കും എന്തോ എടുത്തു കൊടുക്കും. അവിടെ മാവുണ്ടല്ലോ, ഞാൻ കഴിച്ചതിന് ശേഷം അവർക്ക് ചുട്ടു കൊടുത്താൽ മതി. അതിന് കഴിച്ച് നിർത്തണ്ടേ ചേച്ചി? നീ അടുത്ത ദോശ ചുട്ടേ. രശ്മി, രത്നേ. നീല ചേച്ചി ആണല്ലോ അത്. എന്താ ചേച്ചി പാത്രത്തില്? അവിടെ ഇന്ന് രാവിലെ കുറച്ച് മധുരക്കിഴങ്ങ് പുഴുങ്ങി, എന്നാ കുറച്ച് ഇവിടെ തന്നേക്കാന്ന് കരുതി. ഹായ്, മധുരക്കിഴങ്ങ്. തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴിക്കുമോളെ. മധുരക്കിഴങ്ങ് എനിക്ക് വെരി ലൈക്കാണേ. എന്താ വെരി ലൈക്ക് അല്ലാത്തത്? കഴിക്കാനുള്ള എന്ത് കിട്ടിയാലും ഉടനെ അതിൽ കൈവച്ചോണം. ഓ, ഒരുപാട് കഴിക്കുന്നേ കൊള്ളാം. അവസാനം കെട്ടിച്ചുവിടുമ്പോ ആ വീട്ടുകാരെ ചുറ്റിക്കരുത്. അതൊക്കെ ഐ മാനേജ്. മധുരക്കിഴങ്ങ് എങ്ങനുണ്ട്? കൊള്ളാം, നല്ല രുചിയുണ്ട്. മറ്റുള്ളവർ കൂടെ വെച്ചേക്കണേ. നോക്കട്ടെ. ഇത് പുഴുങ്ങി കഴിഞ്ഞപ്പോഴാ ഓർത്തത്, ഇതിന് കൂടെ കുറച്ച് കാന്താരി ചമ്മന്തി ഉണ്ടായിരുന്നെങ്കിൽ നന്നായനെ. നല്ലതാ. നമ്മുടെ അവിടുത്തെ കാന്താരി ചെടിയെ കരിഞ്ഞു പോയി. ഇവിടെ ഇരിപ്പുണ്ടോ കാന്താരി 2 എണ്ണം തരാനെ? 2 എണ്ണം ആക്കുന്നത് എന്തിനാ? ചേച്ചിക്ക് ആവശ്യമുള്ള അത്ര എടുത്തോ. കാന്താരി ചെടിയെ ആ വടക്ക് ഭാഗത്ത് നിൽക്കും. ചേച്ചി ഏട്ടനവിടെ? ഏട്ടൻ കുളിക്കാൻ പോയി മോളെ. അല്ല കുഞ്ഞി ഇന്നലെ മോഹൻലാലിന്റെ സിനിമ കാണിക്കാന്ന് പറഞ്ഞ് ഏട്ടൻ പറ്റിച്ചു അല്ലേ? അവനല്ലേലും മമ്മൂട്ടിയുടെ പടമല്ലേ പിടിക്കൂ. ദേ, ഞങ്ങൾ ഏട്ടൻ പറ്റിച്ചു മാത്രം പറയരുത്. ഏട്ടൻ ഞങ്ങൾ ഒരിക്കലും എത്തിക്കില്ല. ലാലേട്ടന്റെ പടത്തിനെ പോയെ, പക്ഷെ ടിക്കറ്റ് കിട്ടിയില്ല. അതുകൊണ്ടാ മമ്മൂട്ടിയുടെ സിനിമ ഉണ്ട്. എന്നാലും അത് വലിയ കഷ്ടായിപ്പോയി.